പ്രധാനമന്ത്രി കിസാൻ സമ്മാന നിധി പദ്ധതിയുടെ പൈസ എന്ന് കിട്ടും എന്ന് ചോദിച്ച് നിരവധി ആളുകൾ മെസ്സേജ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ 2-3 വീഡിയോയിൽ PM കിസാൻ്റെ പൈസ കിട്ടുവാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇതിൻ്റെ പൈസ എന്നത്തേക്ക് കിട്ടും, EKYC ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് ആൾക്കാർ EKYC മറ്റും പൂർത്തിയാക്കിയുണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷനും ഒരു പരിധി വരെ ആൾക്കാരെല്ലാം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് വന്ന സാങ്കേതിക തകരാറ് മൂലം അത് ഇനിയൊരു അറിയിപ്പുണ്ടായിട്ട് പുതിയതായിട്ട് തുടങ്ങും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 2-ാം തീയതി നമ്മുടെ PM കിസാൻ്റെ പൈസ വിതരണം ചെയ്യും എന്ന ഒരു വാർത്ത കാണുകയുണ്ടായി. അത് വെറും ഒരു വാർത്തയല്ല, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ നിങ്ങൾക്കായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഈ ഒഫീഷ്യൽ സൈറ്റിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം കൃത്യം 2-ാം തീയതി തന്നെ ഇത് പ്രധാനമന്ത്രി സ്വിച്ച് ഓൺ ചെയ്യും എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ, അതായത് 1-2 ദിവസമേ ഉള്ളൂ. നമുക്ക് കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെയുള്ള PM കിസാൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നിങ്ങൾക്ക് ഒഫീഷ്യൽ സൈറ്റിലും വ്യക്തമായിട്ട് കാണാം, CSC സെൻറ്ററിലാണ് ഈ പറഞ്ഞ PM കിസാൻ്റെ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കേന്ദ്രം. അത് വ്യക്തമായിട്ട് അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ കൃത്യമായിട്ട് ഇതിൽ സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വന്ന ഇൻഫർമേഷനും 2-ാം തീയതിക്ക് ഈ പൈസ വിതരണം നടക്കും എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ നമുക്ക് ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടി രാജ്യമെമ്പാടും DigiPay എന്നൊരു സംവിധാനം ഈ കേന്ദ്ര സർക്കാർ അംഗീകൃതമായ CSC സെൻറ്ററിൽ നിലവിൽ വന്നിട്ട് കാലങ്ങളായി. അപ്പോൾ അതിലും ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്, കർഷകർക്ക് പൈസ എടുത്തു കൊടുക്കുവാൻ വേണ്ടി സഹായിക്കുവാൻ വേണ്ടിയിട്ട് DigiPay വഴി നമ്മുടെ CSC സെൻറ്ററുകളിൽ സൗകര്യമുണ്ട്. അപ്പോൾ അവർക്ക് ബാങ്കിൽ പോകാതെ തന്നെ ഈ പൈസ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ DigiPay സംവിധാനം ഉപയോഗിച്ച് വിരൽ പതിച്ച് പൈസ എടുത്തു കൊടുക്കുന്ന സിസ്റ്റം ഒട്ടുമിക്കവാറും CSC സെൻറ്ററുകളിലുണ്ട്. പക്ഷേ ആ ഡിവൈസ് ഉള്ള CSC സെൻറ്ററിലാണ് അത് വർക്കിംഗ് ആകുന്നത്. ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ CSC സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ 3 കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. 1 ലാൻഡ് സീഡിങ്, 2 ആധാർ EKYC, 3 ബാങ്ക് അക്കൗണ്ടുമായിട്ട് നിങ്ങളുടെ ആധാർ, ഈ പറഞ്ഞ ഫോൺ നമ്പർ, PM കിസാനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എല്ലാം ലിങ്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തി റെഡിയാക്കി വെക്കുക. ബാക്കി 2-ാം തീയതി ഈ പൈസ വന്നതിന് ശേഷം കിട്ടാത്ത ആൾക്കാരുടെ നമുക്ക് ഈ സൈറ്റിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ EKYC ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ പോലെ പേയ്മെൻറ്റ് സംവിധാനം ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ EKYC ലിങ്ക് ചെയ്ത എല്ലാ ബാങ്കുകളും ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പ് വരുത്തണം ഈ പൈസ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം മാത്രമേ നിങ്ങൾ ഉറപ്പ് വരുത്താവൂ ഇത് വന്നിട്ടില്ല, എൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്ന് തോന്നുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കോമൺ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് നിങ്ങളുടെ ഫാർമർ ID വെരിഫൈ ചെയ്ത് നോക്കുക അതിലെന്ത് ഇഷ്യൂ ആണ് വന്നിരിക്കുന്നതെന്ന്. ഒട്ടുമിക്കവാറും ആൾക്കാരുടെ ഒരു ഇഷ്യൂസ് ഇപ്പം ഞങ്ങളിവിടെ ചെക്ക് ചെയ്തതിൽ കാണാൻ കഴിഞ്ഞത് ഇവരുടെ കരമടച്ച രസീത്, അതായത് ഈ റിജക്റ്റായി പോയവരുടെ കേസുകൾ, ഈ കരമടച്ച രസീത് 18-19 മുതൽ ഈ ലേറ്റസ്റ്റ് വരെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇവർ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ചില വർഷത്തെ ഇതിൽ ഡോക്യുമെൻറ്റ്സ് വെക്കാതെ കൊണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ ആപ്ലിക്കേഷൻ റിജക്ഷനായിട്ടാണ് കിടക്കുന്നത്. നേരത്തെ നമുക്ക് ഈ പറഞ്ഞ കരമടച്ച രസീത് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ആ ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ ആ ഓപ്ഷൻ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ അടുത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറയാം. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കുറേ ഇത് മെയിലും കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഈ ഗഡു വിതരണ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കെങ്കിലും അത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടാത്ത ആൾക്കാരുടെയും നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളെല്ലാവരിലും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.